നിഖിൽ ഈ പറഞ്ഞതുപോലെ കൈവച്ച മേഖലകളിലെല്ലാം പൊന്നു വിളയിച്ച, വസന്തം വിരിയിച്ച മഹാപ്രതിഭയാണ് വിടവാങ്ങുന്നത്. നമുക്ക് ഈ ബഹുമുഖ പ്രതിഭ എന്ന പ്രയോഗം ഒരുപാട് പേർക്കൊപ്പം അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ MT വാസുദേവൻ നായർ അക്ഷരാർത്ഥത്തിൽ മലയാളി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം. കാരണം ആദ്യമായി എഴുതുന്ന കഥയ്ക്ക് പുരസ്കാരം, നോവലിന് പുരസ്കാരം, ഒപ്പം ആദ്യം ആയി ഒരു ചലച്ചിത്രം എടുക്കുക, ഇത് സാഹിത്യത്തിലും സിനിമയിലും ഒരുപോലെ വിളങ്ങുക, തിളങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആദ്യ സിനിമയ്ക്ക് തന്നെ രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം ലഭിക്കുക, ഇതൊക്കെ മലയാളി അത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞാൽ ആദ്യം അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് MT വാസുദേവൻ നായരാണ്. ആ ബഹുമുഖ പ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന ആ പരിച്ഛേദവും അങ്ങനെ തന്നെയാണ്. വിവിധ മേഖലകളിലുള്ളവർ അവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ആരൊക്കെ ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം തന്നെ പലരോടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുദർശനം അടക്കം വേണ്ട എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ സംബന്ധിച്ച് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിഖിൽ? ലക്ഷ്മി പത്മ, തീർച്ചയായും ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ ആരായിരുന്നു MD എന്ന് ചോദിക്കുന്നതിന് പകരം ആരല്ലായിരുന്നു MD എന്ന് ചോദിക്കുന്നതാവും എളുപ്പം എന്നാണ് തോന്നുന്നത്. കാരണം MDക്ക് പകരം MD മാത്രം എന്നതാണ് നമുക്ക് പറയാനാവുന്ന, അതിനെ ഏറ്റവും ചുരുക്കി പറയാനാവുന്ന. ഒരുപക്ഷെ MDയുടെ കഥകൾ നോക്കിയാൽ തന്നെ MD വാക്കുകൾ ചുരുക്കി ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്ന, പക്ഷേ ആ ചുരുക്കെഴുത്തുകളിലൂടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശാലമായി പറഞ്ഞിരുന്ന, അങ്ങനെ ഒരു ശൈലിയിൽ എഴുതിക്കൊണ്ടിരുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട സാഹിത്യകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും ചുരുക്കി അങ്ങനെ തന്നെ പറയുന്നതാവും നല്ലത് എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ MDയുടെ കഥകൾ, അതിലെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ നോവലുകൾ, അതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ സാധാരണക്കാരന് തൻ്റെ ജീവിതവുമായി താതാത്മ്യം ചെയ്യാൻ പറ്റുന്ന അവയായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ കഥകളിൽ പലപ്പോഴും നമ്മളെ കാണാനാവും, അല്ലെങ്കിൽ നമ്മളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളെ കാണാനാവും. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് MD തന്നെ പല ഘട്ടങ്ങളിലായി അതിൻ്റെ ഉത്തരവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഒരു കഥാപാത്രത്തെ, അല്ലെങ്കിൽ ഒരു കഥയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ കഥാപാത്രം നനച്ചിരിക്കാതെയാണ് MDയുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു കഥാപാത്രത്തെ പിന്നീട് തൻ്റെ വിശാലമായ ആ ഒരു ഭാവനയിലൂടെ പുതിയ പുതിയ കഥാപാത്രങ്ങളിലേക്ക്, പുതിയ പശ്ചാത്തലങ്ങളിലേക്ക്, പുതിയ സന്ദർഭങ്ങളിലേക്ക് ഒക്കെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് നമ്മളൊക്കെ ഇപ്പോഴും എപ്പോഴും ആരാധിക്കുന്ന ആ സൃഷ്ടികളാക്കി മാറ്റിയത് അത് MDയുടെ കഴിവാണ്. ആ കഴിവ് കൂടിയാണ് ഈ ശൂന്യതയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ് പോലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടി പരിശോധിക്കുകയാണെങ്കിൽ അതിലെ വേലായുധൻ എന്ന കഥാപാത്രവും ആ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ആ കൃതിയും എങ്ങനെ ജനിച്ചു എന്ന് MD ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു. അതായത് തൻ്റെ വീട്ടിലെന്നോ വന്നു പോയ ഒരാളാണ് വേലായുധൻ. ആ വേലായുധൻ മാത്രമാണ് MDയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതും MDയുടെ നന്നേ ചെറുപ്പത്തിൽ വന്നതാണ്. അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നു. അദ്ദേഹത്തിന് ഈ MDയുടെ അമ്മ ഭക്ഷണം വിളമ്പി നൽകുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടിരുന്നു. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു ചിത്രം മാത്രം, അതായത് വേലായുധൻ തൻ്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ചിത്രം മാത്രമാണ് MDയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഭാവനയുടെ അതിവിശാലമായ ലോകത്തേക്ക് ആ ഒരു കഥാപാത്രത്തെ കൊണ്ടുവരികയും അത് കേന്ദ്രബിന്ദുവാക്കി പിന്നീട് ആ തന്തുവിനെ വികസിപ്പിക്കുകയും ചെയ്തതോടുകൂടി നമുക്ക് ഇരുട്ടിൻ്റെ ആത്മാവെന്ന് പറയുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ കൃതികളിൽ ഒന്ന് ലഭിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് MDയുടെ സൃഷ്ടികളെല്ലാം തന്നെ ജനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മഞ്ഞാണെങ്കിൽ പോലും മഞ്ഞിലെ പശ്ചാത്തലം നമുക്ക് ഒരുപക്ഷെ പരിചിതമാകാൻ സാധ്യതയില്ല, എങ്കിൽ നമ്മൾ കണ്ട് പരിചിതമല്ലാത്ത ഒരു സാഹചര്യമാണ്, പശ്ചാത്തലമാണ്. പക്ഷേ ആ പശ്ചാത്തലത്തിലേക്ക് MD നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് പരിചിതമാകുന്നു. ആ നിറമങ്ങിയ ബോട്ടുകളും അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളും മഞ്ഞ സാരിയും എല്ലാം തന്നെ എങ്ങനെയാണ് നമ്മളൊരു കാഴ്ചക്കാരൻ എന്ന നിലയിലാണ്. ഒരുപക്ഷെ MD എങ്ങനെ സിനിമാക്കാരനായി, അല്ലെങ്കിൽ MD എങ്ങനെ ചെയ്ത സിനിമകളെല്ലാം വിജയിപ്പിച്ചു എന്നതിന് ഉത്തരം ഒരുപക്ഷെ അത് തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം മനസ്സിൽ അത്രത്തോളം വ്യക്തമായ കാഴ്ചകളെ കണ്ടുകൊണ്ട് അതിനെ അക്ഷരങ്ങളാക്കി മാറ്റി
പുനർജനിപ്പിക്കാനുള്ള ഒരു അസാധാരണമായ ശേഷി പ്രകടിപ്പിച്ചിരുന്നയാളാണ് എം ടി വാസുദേവൻ നായർ. അതുകൊണ്ടുകൂടിയാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ എഴുത്ത് പകുതി പിന്നിട്ട ഘട്ടത്തിൽ ജനിച്ച ആളുകൾ പോലും ഇപ്പോഴും എം ഡിയെ തേടി പുസ്തകശാലകളിൽ എത്തുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കൃതികൾ തേടിയെത്തുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ, ആ കഥാപാത്രങ്ങളുടെ സംഭാഷണ ശകലങ്ങളെ ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്നുണ്ടെങ്കിൽ, ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലത്ത് പോലും ആഘോഷിക്കപ്പെടുന്ന വരികളും കോട്ട്സും എല്ലാം തന്നെ എം ഡിയുടേതാകുന്നു, അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗവും എം ഡിയുടേതാകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വിശാലമായ ഒരു രചനാ വൈഭവമായിരുന്നു എം ഡിയുടേതെന്ന് വ്യക്തമാകും. ഒരുപക്ഷെ നമ്മളൊന്നും അതിനെ വിലയിരുത്താനോ അതിനെക്കുറിച്ച് പറയാൻ പോലും അർഹരല്ല. കാരണം നമ്മളെയൊക്കെ വായന പഠിപ്പിച്ച, അക്ഷരം പഠിപ്പിച്ച, ഭാഷയോട് സ്നേഹം തോന്നിപ്പിച്ച, അതിലേക്ക് നമ്മളെയൊക്കെ ആകർഷിച്ച, അത്രത്തോളം കഴിവുറ്റ രചനാ വൈഭവം പ്രകടിപ്പിച്ച എം ഡിയാണ്. ആ എം ഡിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകളും ഒരു വിധത്തിലുള്ള വ്യത്യാസവുമില്ലാതെ എം ടിയുടെ ഈ കോഴിക്കോട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖരായ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ഇപ്പോൾ മോഹൻലാൽ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ 2 സിനിമകളിലാണ് അഭിനയിച്ചത്. പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ 2 കഥാപാത്രങ്ങളെ തന്നതാണ് എം ടി എന്നതാണ്. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഇന്നലത്തെ അതിവൈകാരികമായ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പൊക്കെ എത്രത്തോളം എം ടി എന്ന എഴുത്തുകാരൻ, എം ടി എന്ന ചലച്ചിത്രകാരൻ, നേരത്തെ ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ അതെല്ലാമായ എം ടി, ആ എം ഡിയെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. അത് ഈ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെ പ്രമുഖർക്ക് മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾക്കും, ഒരുപക്ഷെ എം ഡിയെ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തവർ പോലും എം ഡിയുടെ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ, അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെയൊക്കെ എം ഡിയെ വളരെ അടുത്തറിയുന്നവരായി മാറുന്നുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖരെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തുകയും അനുശോചനം അർപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല പൊതുജനങ്ങളുടെ വലിയൊരു വരവ് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയം കഴിയുന്നതോടുകൂടി അതിനുള്ള ഒരുക്കങ്ങൾ കൂടി ഇവിടെ സജ്ജമാക്കി വരുന്നുണ്ട്. ലക്ഷ്മി പത്മ.